പ്രൈസ് ലോർഡ്. ബൈബിൾ ക്വിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ബൈബിളിൽ നിന്നും തെരഞ്ഞെടുത്ത പൊതുവായ ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും. ക്വസ്റ്റ്യൻ: ആരുടെ പാർപ്പിടത്തിലാണ് വിലയേറിയ നിക്ഷേപവും തൈലവും ഉള്ളത്? ഉത്തരം: ജ്ഞാനിയുടെ. സദൃശവാക്യങ്ങൾ 21:20. ക്വസ്റ്റ്യൻ: സ്വർണ്ണവെള്ളം കുടിച്ചത് ആരെല്ലാം? ഉത്തരം: ഇസ്രായേൽ മക്കൾ. പുറപ്പാട് 32:3-20 വരെ. ക്വസ്റ്റ്യൻ: മഹാനക്രത്തിന്റെ കണ്ണ് എന്തിന്റെ കണ്ണിമ പോലെയാണ്? ഉത്തരം: ഉഷസ്സിന്റെ. ഇയ്യോബ് 41:1-18 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: ചരട് കാരണം കൊല്ലപ്പെട്ടവരും രക്ഷപ്പെട്ടവരും ആര്? ഉത്തരം: മോവാബ്യർ. 2 ശമൂവേൽ 8:2. ക്വസ്റ്റ്യൻ: അധിപതി ഇല്ലാത്തത് ആർക്കാണ്? ഉത്തരം: ഇഴജാതികൾക്ക്. ഹബക്കൂക്ക് 1:14. ക്വസ്റ്റ്യൻ: മുൾവേലിയേക്കാൾ വല്ലാത്തവൻ ആര്? ഉത്തരം: നേരുള്ളവൻ. മീഖ 7:4. ക്വസ്റ്റ്യൻ: രഥത്തോടും കുതിരകളോടും കൂടെ എലീശായുടെ വീട്ടുവാതിൽക്കൽ വന്നു നിന്നത് ആരാണ്? ഉത്തരം: നയമാൻ. 2 രാജാക്കന്മാർ 5:9. ക്വസ്റ്റ്യൻ: സ്വന്തം അപ്പനെ അമ്മായിയപ്പനായി ലഭിച്ചു, എന്നാൽ സ്വന്തം അമ്മ അമ്മായിയമ്മയല്ല. അമ്മായിയപ്പൻ ആര്? ഉത്തരം: തേരഹ്. ഉൽപ്പത്തി 11:26, 20:12. ക്വസ്റ്റ്യൻ: വറ്റിപ്പോകാത്ത ജലാശയം പോലെ സഹോദരന്മാരാൽ വഞ്ചിക്കപ്പെട്ടത് ആര്? ഉത്തരം: ഇയ്യോബ്. ഇയ്യോബ് 6:15. ക്വസ്റ്റ്യൻ: ആരാണ് ഇസ്രായേലിൽ ഓരോ പുരുഷനും സ്ത്രീക്കും ആളൊന്നിന് ഒരപ്പവും 1 ഖണ്ഡം ഇറച്ചിയും 1 മുന്തിരിങ്ങാക്കട്ട വീതവും വിഭാഗിച്ചു കൊടുത്തത്? ഉത്തരം: ദാവീദ്. 1 ദിനവൃത്താന്തം 16:2-3 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: തൃക്കണ്ണിന് ശുദ്ധിയുള്ളവയല്ല എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? ഉത്തരം: നക്ഷത്രങ്ങൾ. ഇയ്യോബ് 25:5. ക്വസ്റ്റ്യൻ: ഞാൻ ഒരു സ്ത്രീ, എൻ്റെ പേര് ഒരു പ്രവാചകന്റെ പേരോടുകൂടെ ആരംഭിക്കുന്നു. ഞാൻ ആര്? ഉത്തരം: എലീഷേബ. പ്രവാചകൻ എലീശ. പുറപ്പാട് 6:23. ക്വസ്റ്റ്യൻ: കർത്താവായ യഹോവേ, എന്നെ ഓർക്കേണമേ ആരുടെ പ്രാർത്ഥനയാണ്? ഉത്തരം: ശിംശോന്റെ. ന്യായാധിപന്മാർ 16:28. ക്വസ്റ്റ്യൻ: ജലവിതരണ വകുപ്പിന് ഊന്നൽ നൽകിയ ഇസ്രായേൽ രാജാവ് ആര്? ഉത്തരം: ഹിസ്കിയാവ്. 2 രാജാക്കന്മാർ 20:20. ക്വസ്റ്റ്യൻ: പാറയെ തകർക്കുന്ന ചുറ്റിക പോലെ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഉത്തരം: ദൈവവചനം. യിരെമ്യാവ് 23:29. ക്വസ്റ്റ്യൻ: മുത്തുകളെ കാൽ കൊണ്ട് ചവിട്ടിക്കളയുന്ന മൃഗം ഏത്? ഉത്തരം: പന്നി. മത്തായി 7:6. ക്വസ്റ്റ്യൻ: അവന്റെ കൈ എല്ലാവർക്കും വിരോധമായും എല്ലാവരുടെയും കൈ അവന് വിരോധമായും ഇരിക്കും. ആരുടെ? ഉത്തരം: ഇശ്മായേൽ. ഉൽപ്പത്തി 16:11-12 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: സൈന്യാധിപന്റെ പേരിൽ അറിയപ്പെടുന്ന ഗ്രന്ഥം? ഉത്തരം: യോശുവ. ക്വസ്റ്റ്യൻ: ഷണ്ഡ ഉളവായി വരുന്നത് നിമിത്തം അയഞ്ഞിരിക്കുന്നത് എന്ത്?
ഉത്തരം ന്യായപ്രമാണം. ഹബക്കൂക്ക് 1:4. ക്വസ്റ്റ്യൻ: ഉബായി എന്ന് ബൈബിൾ പറഞ്ഞിരിക്കുന്ന എൻ്റെ പേര് ആരംഭിക്കുന്നത് ഒരു പ്രവാചകന്റെ പേരിലാണ്. ഞാൻ ആര്? ഉത്തരം യോനാദാബ്. പ്രവാചകൻ യോന. 2 ശമൂവേൽ 13:3. ക്വസ്റ്റ്യൻ: 2 പ്രവാചകന്മാരുടെ പേരുകൾ യോജിച്ചു വരുന്ന എൻ്റെ പേർ എന്താണ്? ഉത്തരം യോനാഥാൻ. പ്രവാചകന്മാർ യോന, നാഥാൻ. ക്വസ്റ്റ്യൻ: ഒരു മനുഷ്യന്റെ അവയവത്തിന്റെ പേരിലുള്ള സ്ഥലം ഏതാണ്? ഉത്തരം തലയോടിടം, ഗൊൽഗോഥ. മത്തായി 27:33. ക്വസ്റ്റ്യൻ: മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്ന് എഴുതിയിരിക്കുന്ന പഴയ നിയമ പുസ്തകമേത്? ഉത്തരം ആവർത്തന പുസ്തകം 8:3. ക്വസ്റ്റ്യൻ: ഒരു ദേശത്തിൽ പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ വഹിക്കുന്നവരെ 2 മൃഗത്തോട് താരതമ്യപ്പെടുത്തിയിരിക്കുന്നു. ആരൊക്കെയാണ്? ഏതൊക്കെ മൃഗത്തോട്? ഉത്തരം പ്രഭുക്കന്മാർ സിംഹങ്ങളോട്, ന്യായാധിപതിമാർ ചെന്നായ്ക്കളോട്. സെഫന്യാവ് 3:3. ക്വസ്റ്റ്യൻ: ഞാനൊരു എഫ്രയീം ഗോത്രക്കാരനാണ്. എൻ്റെ പിതാവിൻ്റെ പേര് എബ്രായ അക്ഷരമാലയിലെ ഒരു അക്ഷരമാണ്. ഞാൻ ചാരനായപ്പോൾ എനിക്ക് ഒരു പുതിയ പേര് ലഭിച്ചു. ഞാൻ ആര്? ഉത്തരം യോശുവ. പിതാവിൻ്റെ പേര് നൂൻ. സംഖ്യ 13:16. ക്വസ്റ്റ്യൻ: ഹെഷ്ബോനിൽ നിന്ന് തീയും സീഹോന്റെ നടുവിൽ നിന്ന് ജ്വാലയും പുറപ്പെട്ട് ആരുടെ നെറുകയാണ് ദഹിപ്പിച്ചു കളയുന്നത്? ഉത്തരം തുമുലപുത്രന്മാരുടെ. യിരെമ്യാവ് 48:45. ക്വസ്റ്റ്യൻ: പാഴും വെറുമയും ശൂന്യവും ആയിരിക്കുന്നത് ആരാണ്? ഉത്തരം നിനവേ. നഹൂം 2:8-10. ക്വസ്റ്റ്യൻ: ആരെയാണ് സംഗീതത്തിന് കാണുന്നില്ലെന്ന് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം യൗവനക്കാരെ. വിലാപങ്ങൾ 5:14. ക്വസ്റ്റ്യൻ: ആരുടെ മുറിവ് ആണ് സമുദ്രം പോലെ വലുതായിരിക്കുന്നത്? ഉത്തരം സിയോൻ പുത്രിയായ കന്യകയുടെ. വിലാപങ്ങൾ 2:13. ക്വസ്റ്റ്യൻ: വീഞ്ഞിന് കീർത്തി ലഭിച്ച സ്ഥലമേത്? ഉത്തരം ലെബാനോൻ. ഹോശേയ 14:7. ക്വസ്റ്റ്യൻ: ആരാണ് ഘോഷിച്ചുല്ലസിക്കുകയും മലമുകളിൽ നിന്ന് ആർക്കുകയും ചെയ്യേണ്ടത്? ഉത്തരം ശൈലനിവാസികൾ. യെശയ്യാവ് 42:11. ക്വസ്റ്റ്യൻ: നഗരമതിലിന്റെ 10ാമത്തെ അടിസ്ഥാനം എന്തുകൊണ്ടുള്ളത്? ഉത്തരം വൈഡൂര്യം. വെളിപ്പാട് 21:19-20 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: ആരെയാണ് തുലാക്കൊട്ടയിലെ ഒരു തുള്ളി പോലെ യഹോവയ്ക്ക് തോന്നുന്നത്? ഉത്തരം ജാതികളെ. യെശയ്യാവ് 40:13-15 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: യഹോവ എന്തിനായാണ് മിന്നലുകളെ ഉണ്ടാക്കുന്നത്? ഉത്തരം മഴയ്ക്കായി. സങ്കീർത്തനം 135:7. ക്വസ്റ്റ്യൻ: ആരൊക്കെയാണ് വിശപ്പടക്കേണ്ടതിന് ആഹാരം തിരഞ്ഞു നടക്കുമ്പോൾ നഗരത്തിൽ വച്ച് പ്രാണനെ വിട്ടത്? ഉത്തരം പുരോഹിതന്മാരും മൂപ്പന്മാരും. വിലാപങ്ങൾ 1:19. ക്വസ്റ്റ്യൻ: സൈന്യങ്ങളുടെ യഹോവ ആരുടെ നേരെയാണ് ഒരു ചമ്മട്ടിയെ പൊക്കും എന്ന് പറഞ്ഞത്? ഉത്തരം അശ്ശൂർ. യെശയ്യാവ് 10:24-26 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: എൻ രോഗേലിന് സമീപത്തുള്ള കല്ലിന്റെ പേര്?
ഉത്തരം സോഹേലത്ത്. 1 രാജാക്കന്മാർ 1:9. ക്വസ്റ്റ്യൻ, മുദ്രക്കൊത്തായിട്ട് ഇസ്രായേൽ മക്കളുടെ പേർ കൊത്തിയ ഗോമേദക കല്ലുകളെ എവിടെയാണ് പതിച്ചത്? ഉത്തരം പൊൻതടങ്ങളിൽ. പുറപ്പാട് 39:6. ക്വസ്റ്റ്യൻ, ആരാണ് കുതിരപ്പുറത്തിടുന്ന വിശിഷ്ട പടം കൊണ്ട് സോരിന്റെ വ്യാപാരിയായിരുന്നത്? ഉത്തരം ദദാൻ. യഹസ്കേൽ 27:2-20 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ, ഏറ്റവും സ്ഥൂലിച്ചവൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ചാണ്? ഉത്തരം എഗ്ലോൻ. ന്യായാധിപന്മാർ 3:17. ക്വസ്റ്റ്യൻ, ദേവാലയത്തിലെ വേലയ്ക്ക് യെരുശലേമിൽ ഉണ്ടായിരുന്ന ലേവ്യരുടെ പ്രമാണി ആര്? ഉത്തരം ഉസ്സി. നെഹമ്യാവ് 11:22. ക്വസ്റ്റ്യൻ, യഹോവയെ അന്വേഷിക്കേണ്ടതിന് മനസ്സ് വയ്ക്കാഞ്ഞതിനാൽ ദോഷം ചെയ്തത് ആര്? ഉത്തരം രെഹബയാം. 2 ദിനവൃത്താന്തം 12:14. ക്വസ്റ്റ്യൻ, അവന്റെ വാക്ക് സ്വാദുഭോജനം പോലെ, അത് വയറ്റിന്റെ അറകളിലേക്ക് ചെല്ലുന്നു. ആരുടെ? ഉത്തരം ഏഷണിക്കാരന്റെ. സദൃശവാക്യങ്ങൾ 18:8, 26:22. ക്വസ്റ്റ്യൻ, ഓടിപ്പോകുന്നവരെ അപ്പവുമായി ചെന്ന് എതിരേൽക്കുവിൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ആരോട്? ഉത്തരം തേമാദേശ നിവാസികളോട്. യെശയ്യാവ് 21:14. ക്വസ്റ്റ്യൻ, യെഹോവഹാസ് യെരുശലേമിൽ വാഴാതിരിക്കേണ്ടതിന് അവനെ ബന്ധിച്ച രാജാവ് ആര്? ഉത്തരം ഫറവോൻ നെഖോ. 2 രാജാക്കന്മാർ 23:33. ക്വസ്റ്റ്യൻ, ശിംശോന്റെ ജന്മസ്ഥലം ഏത്? ഉത്തരം സോരാത്. ന്യായാധിപന്മാർ 13:2. ക്വസ്റ്റ്യൻ, ദാവീദിന്റെ ഭാര്യയായ മീഖളിനെ വീണ്ടും ദാവീദിന്റെ അടുക്കൽ വരുത്തിയത് ആര്? ഉത്തരം ഈശ്ബോശത്ത്. 2 ശമൂവേൽ 3:15. ക്വസ്റ്റ്യൻ, വാങ്ങുകയത്രേ വേണ്ടത് എന്ന് പറഞ്ഞിരിക്കുന്ന 4 കാര്യങ്ങൾ ഏതെല്ലാം? ഉത്തരം സത്യം, ജ്ഞാനം, പ്രബോധനം, വിവേകം. സദൃശവാക്യങ്ങൾ 23:23. ക്വസ്റ്റ്യൻ, കാണുവാൻ കഴിയാത്ത കല്ലറകളെപ്പോലെയുള്ളത് ആര്? ഉത്തരം പരീശന്മാർ. ലൂക്കോസ് 11:43-44 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ, ഞാൻ ഭോഷത്വം പ്രവർത്തിച്ച് അത്യന്തം തെറ്റിപ്പോയിരിക്കുന്നു എന്ന് പറഞ്ഞതാര്? ഉത്തരം ശൗൽ. 1 ശമൂവേൽ 26:21. ക്വസ്റ്റ്യൻ, മനുഷ്യപുത്രൻ ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നത് നിങ്ങൾ കാണും എന്ന് യേശു പറഞ്ഞത് ആരോട്? ഉത്തരം മഹാപുരോഹിതനോട്. മത്തായി 26:64. ക്വസ്റ്റ്യൻ, പാറയിൽ കൂടുവച്ചാലും നിർമൂലനാശം ഭവിക്കുന്നത് ആർക്ക്? ഉത്തരം കേന്യർ. സംഖ്യ 24:21-22 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ, ഓബേദെദോമിന്റെ വീട്ടിൽ നിന്ന് പെട്ടകം കൊണ്ടുവരുമ്പോൾ വാഹക പ്രമാണി ആരായിരുന്നു? ഉത്തരം കെനന്യാവ്. 1 ദിനവൃത്താന്തം 15:27. ക്വസ്റ്റ്യൻ, 30 പേരിൽ വീരനും 30 പേർക്ക് നായകനുമായിരുന്ന ഗിബയോന്യൻ ആര്? ഉത്തരം ഇശ്മയ്യാവ്. 1 ദിനവൃത്താന്തം 12:4. ക്വസ്റ്റ്യൻ, വായ്കൊണ്ട് വളരെ സ്നേഹം കാണിക്കുന്നവരുടെ ഹൃദയം പിന്തുടരുന്നത് എന്തിനെ?
ഉത്തരം ദുരാഗ്രഹത്തെ. യഹസ്കേൽ 33:31. ക്വസ്റ്റ്യൻ, ഹിസ്കിയാവിന്റെ മന്ത്രി ആര്? ഉത്തരം യോവാഹ്. 2 രാജാക്കന്മാർ 18:18. ക്വസ്റ്റ്യൻ, മരുഭൂമിയിൽ ഗോപുരം പണിതവൻ ആര്? ഉത്തരം ഉസിയാവ്. 2 ദിനവൃത്താന്തം 26:10. ക്വസ്റ്റ്യൻ, നെഹമ്യാവിന്റെ പുസ്തകത്തിൽ കാണുന്ന 2 ശാസ്ത്രിമാർ. ഉത്തരം എസ്ര, സാദോക്ക്. നെഹമ്യാവ് 12:36, 13:13. ക്വസ്റ്റ്യൻ, 4 അക്ഷരവാക്ക്. ആദ്യത്തെ 2 അക്ഷരം മനുഷ്യ ശരീരത്തിലെ ഒരു അവയവം. അവസാന 2 അക്ഷരം പാറയെ തകർക്കുന്നത്. ദൈവത്തിന് ഞാൻ മറഞ്ഞിരിക്കില്ല. ഞാൻ ആരാണ്? ഉത്തരം അസ്ഥികൂടം. സങ്കീർത്തനങ്ങൾ 139:15. താങ്ക്സ് ഫോർ വാച്ചിങ്.